നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ഇനി മഞ്ഞ നിറം. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറില്ല. ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഏകീകൃത നിറം. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ഇനി മഞ്ഞ നിറം. മുന്നിലും പിന്നിലും മഞ്ഞ നിറം നൽകാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശം. മാറ്റം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. റോഡ് സുരക്ഷ മുന്നിൽ കണ്ടാണ് നിറം മാറ്റം. അതേസമയം ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറില്ല. കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ വെള്ള നിറം മാറ്റണമെന്ന ആവശ്യം തള്ളി. ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. നിറം മാറ്റുന്നതോടെ വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ മറ്റു ഡ്രൈവർമാർക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് 6000 ഡ്രൈവിംഗ് സ്കൂളുകളിലായി 30,000 വാഹനങ്ങളാണുള്ളത്. എൽബോർഡും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിന് നിലവിലുള്ള സംവിധാനം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ SFI MSF സംഘർഷം. നിരവധി പേർക്ക് പരിക്ക്. കണ്ണൂർ പാനൂരിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. SFI MSF പ്രവർത്തകർ തമ്മിലടിച്ചു. സംഘർഷത്തിൽ ഇരുഭാഗത്തിലും പെട്ട 6 പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് MSF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പോലീസ് എത്തിയിട്ടും ഉപരോധം തുടർന്നു. ഇതോടെ പോലീസ് ലാത്തി വീശി. വൈകിട്ട് 5 മണിയോടെ പാനൂർ ലീഗ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. SFI പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ലീഗ് ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. കോടതി നിർദ്ദേശപ്രകാരം നടപടി. സംവിധായകൻ മേജർ രവിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ധനകാര്യ സ്ഥാപനം നേരത്തെ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു. സംവിധായകൻ മേജർ രവിക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. ധനകാര്യ സ്ഥാപനത്തെ പറ്റിച്ചെന്ന പരാതിയിൽ വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെ പണം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തതാണ് ധനകാര്യ സ്ഥാപനത്തിനെതിരെയുള്ള പരാതി. മേജർ രവിയുടെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിൻ്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ധനകാര്യ സ്ഥാപനം നേരത്തെ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൊഴിലാളികൾക്ക് ഓണക്കാലത്തെ ബോണസ്. തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തി മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലാളികൾക്ക് ഓണക്കാലത്തെ ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ ബോണസുമായി ബന്ധപ്പെട്ട ഒരു മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിക്കാറുണ്ട്. ഇതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. ഈ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ബോണസ് നിശ്ചയിക്കുന്നത്. കയർ, കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് ബോണസ് നിശ്ചയിക്കുന്നത് അതാത് വ്യാവസായിക ബന്ധസമിതികൾ യോഗം ചേർന്നാണ്. ഈ യോഗം അടിയന്തരമായി ചേർന്ന് ബോണസ് നിശ്ചയിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ബോണസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ സമവായത്തിലെത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ ഓണക്കാലത്ത് തൊഴിൽ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കി സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് തൊഴിലുടമ ബന്ധം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ട്രേഡ് യൂണിയനുകളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. വയനാടിനായുള്ള സാലറി ചലഞ്ച്. സർക്കാർ ജീവനക്കാർ നൽകേണ്ടത് കുറഞ്ഞത് 5 ദിവസത്തെ വേതനം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് ഉത്തരവിറക്കി. കുറഞ്ഞത് 5 ദിവസത്തെ ശമ്പളം CMDRFിൽ നൽകണമെന്നാണ് ഉത്തരവിലുള്ളത്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും. എല്ലാ ജീവനക്കാരും തുക നൽകാനുള്ള സമ്മതപത്രം എഴുതി നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ഗഡുക്കളായും തുക നൽകാനും അവസരമുണ്ട്. PFിൽ നിന്ന് തുക പിടിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണം. സെപ്റ്റംബർ വിതരണം ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് തുക പിടിച്ചു തുടങ്ങും.